Is it okay if I'm to say I'm catching feelings from all the dealings? Am I astray? What do you say? How are you feeling? Is it the same? I hope you're not planning to waste my time. To my surprise, that was her reply. Now we vibe. It's been a while and such a ride, the stars align. I love the fact I didn't let her go. She loves the fact that I just let her know. Now we're together, it's a different mode. We getting crazy in a different role. I love the fact I didn't let her go. She loves the fact that I just let her know. Now we're together, it's a different mode. We getting crazy in a different role. This is Mr. Jishnu, GC തൃശ്ശൂരിലെ എൻ്റെ ജൂനിയർ ആയിരുന്നു. ആസ്ട്രോ സ്പേസ് ക്ലബ്ബ് എന്നെപ്പോലെ തന്നെ ജോയിൻറ്റ് കൺവീനർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ IIT മദ്രാസിൽ ഫ്ലൂയിഡ് മെഷീനറിയില്ല, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഗ്രൂപ്പിൽ പ്രൊജക്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നു. സോ വെരി ഹാപ്പി. എനിക്ക് IIT മദ്രാസ് ഇതേപോലെ ഒരു വിസിറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിഷ്ണു വന്നതിലൂടെ അത് സാധിച്ചു. സോ വെരി പ്രൗഡ്ഫുൾ. പിന്നെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത്. Okay, let me tell you how you can reach IIT Madras. IIT മദ്രാസിൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് ഗിണ്ടി മെട്രോ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങി ഏകദേശം 4.9 കിലോമീറ്റേഴ്സാണ് നമുക്ക് IITയിലേക്കുള്ളത്. So I took Rapido from here. This is my Rapido guy. അങ്ങനെ ചെന്നൈ ഗിണ്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വളാഞ്ചേരി ഗേറ്റിലേക്ക് പോകണം. അതാണ് IIT മദ്രാസിൻ്റെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഗേറ്റ്. നമുക്ക് എക്സിറ്റ് വേണമെങ്കിൽ മെയിൻ ഗേറ്റിൽ കൂടെ ഇറങ്ങാം അല്ലേ? എക്സിറ്റ് മെയിൻ ഗേറ്റിൽ അത് എക്സിറ്റ് കുഴപ്പമില്ല, ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. എൻട്രി ആയിരിക്കും കുറച്ചും കൂടി സ്ട്രിക്റ്റ് വരുന്നത്. എൻട്രിയാണ് സ്ട്രിക്റ്റ്. ID കാർഡ് നേരത്തെ കിട്ടി, ഞാനിവിടെ നിന്ന് വന്നപ്പോൾ ആണ് കളക്ട് ചെയ്തത്. IIT ഭയങ്കര രസമാണ് പറഞ്ഞു കേട്ടോ. ഇവിടെ മാന് കുരങ്ങ് എല്ലാം ഉണ്ടാവും. ഒരു തവണ ഏതോ ഒരു ഞാനിവിടെ ക്യാൻറ്റീനിൽ പോയതാ കഴിക്കാനായിട്ട്. ഒരു ഇന്നോവക്കാർ, അവർ മണ്ടന്മാർ, അവർ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് പോയിരിക്കണം. കുരങ്ങന്മാർ ഒന്നിട്ട് ഉള്ളിൽ കയറാൻ നോക്കാം. എന്നിട്ട് അങ്ങനെ ഭയങ്കര നനയൂലേ? ഉള്ളിൽ കയറിയിരുന്നാലോ കുഴപ്പമുണ്ടോ? IIT മദ്രാസിൽ വന്ന് നല്ല തുടക്കം. ഞാൻ ഇങ്ങനെ നാച്ചുർ ഇങ്ങനെ ആസ്വദിക്കണം എന്ന് തോന്നുന്നപ്പോൾ നല്ല മഴ പെയ്തു. എന്നിട്ട് ഇത് തൊട്ടടുത്ത് തന്നെ ഗിണ്ടിയാണ്, ഗിണ്ടി നാഷണൽ പാർക്കാണ്. നമുക്ക് പോവാം ടൈം ഉണ്ടെങ്കിൽ. പോവാം. ഗിണ്ടി നാഷണൽ പാർക്ക് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ റൂൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ മൃഗങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതുകൊണ്ട് പിന്നെ ഇവിടെ ഭയങ്കര സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇവിടെ 20 km/h സ്പീഡിൽ പോകാൻ പറ്റും. ഇൻസൈഡൊക്കെ വണ്ടി പറ്റും, അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റും. സ്റ്റുഡൻസിന് കയറ്റാൻ പറ്റും. പാസ് വേണം. ഒരു സൈക്കിൾ മാത്രം അങ്ങനെയില്ല, സൈക്കിൾ എല്ലാത്തിനും പാസ് വേണം. അവിടെ ഒരു ഫോം ഉണ്ട്, 2 വീലർ 4 വീലർ ഫോം ഉണ്ട്. അത് സൈക്കിളിന് വേറെ പാസ്സാന്ന് തോന്നുന്നു. പിന്നെ ബൈക്കിന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ ബൈക്ക് കൊണ്ടുവന്നു, ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവൻ അതിനൊരു ഫോം ഉണ്ട്, ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് നമ്മുടെ സാറിൻ്റെ സൈൻ വേണം. അവൻ അത് എന്തോ 3 ഗേറ്റിൽ ഒരു ഗേറ്റ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ ഈ ഗേറ്റ് വഴിയിൽ പാസ് ഇട്ടിട്ട് നമുക്ക് പോകാം. അതിപ്പോൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വരെ പോകും, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. അത് ആക്ച്വലി പൊല്യൂഷൻ ആയിരിക്കുമല്ലോ ഇത്ര ആൾക്കാർ ബൈക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ? അതുകൊണ്ട് അവർ കൺട്രോൾ ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഉപയോഗിക്കുന്നത് സൈക്കിളാണ്. ഇവിടെ സൈക്കിളാണ് കൂടുതൽ ഉപയോഗിക്കുക. ഞങ്ങളുടെ ചേട്ടന്മാരുള്ള സൈക്കിളാണ്. നീ വാങ്ങിയ സൈക്കിള്? ഞാനിപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ഞാനിപ്പോഴാണ് റീസെൻ്റ്ലി ഓടിച്ച് പഠിച്ചു തുടങ്ങി. ഞാനിപ്പോൾ അല്ല കുഴപ്പമില്ല, ഓടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് അതൊക്കെ സൈക്കിൾ നല്ലതാണ്, എക്സസൈസ് ആണല്ലോ. സോ ഇതൊക്കെ IIT മദ്രാസിലെ സൈക്കിൾ കണ്ടോ. മോസ്റ്റ്ലി ആൾക്കാർ ഇവിടെ സൈക്കിളിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇതൊരു റിസർവ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. ഇതിൻ്റെ പുറകിലൊക്കെ IIT എന്ന് പറഞ്ഞത് ഗിണ്ടി നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ്. സോ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിളാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്. ഉള്ളിൽ ബൈക്കൊക്കെ അലൗഡ് ആണ്, ബട്ട് എങ്കിൽ കൂടിയും അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാമ്പസ് സൂപ്പറാണ് അല്ലേ? GC വെച്ച് നോക്കുന്നതാണെങ്കിൽ അതിലൊരു 3 ഇരട്ടി 10 ഇരട്ടിയൊക്കെ വരും. സോ ദിസ് ഈസ് മിസ്റ്റർ ജിഷ്ണു, GC തൃശ്ശൂരിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. ആസ്ട്രോ സ്പേസ് ക്ലബ്ബ് എന്നെപ്പോലെ തന്നെ ജോയിൻറ്റ് കൺവീനർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ IIT മദ്രാസിൽ ഫ്ലൂയിഡ് മെഷീനറിയില്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഗ്രൂപ്പിൽ പ്രൊജക്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നു. സോ വെരി ഹാപ്പി. എനിക്ക് IIT മദ്രാസിൽ ഇതേപോലെ ഒരു വിസിറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിഷ്ണു വന്നതിലൂടെ അത് സാധിച്ചു. സോ വെരി പ്രൗഡ്ഫുൾ പിന്നെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത്. സോ ഇത് എത്ര വർഷം ഉണ്ടാവുക? പ്രൊജക്റ്റ് തീരുന്നത് പോലെയാ? 1 ഇയറിൽ കംപ്ലീറ്റ് ആവും. പിന്നെ എനിക്ക് സാറ് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ട് അസോസിയേറ്റ് ആവശ്യത്തിനല്ല എടുത്തത്. സാറിന് MS സ്റ്റുഡൻസ്, സാറിന് പണ്ട് സ്റ്റുഡൻസ് കൂടുതലായിരുന്നു, 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാറിന് സ്റ്റുഡൻസ് കുറവാണ്. ഇപ്പോൾ കറന്റ് എങ്ങാണ്ട് 2 MS സ്റ്റുഡൻസ്, പിന്നെ 3 PhD സ്റ്റുഡൻസ്, അല്ല 3 MS സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വർഷം 2 പേര് ജോയിൻ ചെയ്തു. പിന്നെ 3 PhD. അപ്പോൾ ഒരു PhD ഇപ്പോൾ അച്ചാടൻ കഴിയും, ജനുവരി കഴിയും പോകും. അപ്പോൾ സാറിന് സ്റ്റുഡൻസ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരെയും MS എടുക്കണമെന്ന ലെവലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. MS എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗേറ്റ് പ്രിപ്പറേഷനിലാണ്. എന്നോട് ജനുവരി തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ ക്വാളിഫൈഡ് ആണ്. കാരണം MS-ന് ഗേറ്റിൻ്റെ സ്കോറ് നോക്കിയെങ്കിലും ക്വാളിഫൈ ആവണം ഞാൻ മതി. അവർക്ക് കട്ട് ഓഫ് മാർക്ക് ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ എന്നോട് പറഞ്ഞു നീ ജോയിൻ ചെയ്തു അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിരുന്നു. MS-ന് സുഖമാണ്, കാരണം ഇൻ്റർവ്യൂ ആണ് കൂടുതൽ നോക്കുക, കാരണം റിസർച്ച് അല്ലേ. അതായത് PhD-യുടെ തന്നെ ഒരു മിനിയേച്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ഓഫ് സയൻസ്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ ഒരു ഫാക്കൽറ്റിയുടെ അണ്ടറിൽ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാ ഫാക്കൽറ്റീസിനും ഒരു ലാബുണ്ട്. ഇവിടെ എല്ലാം പ്രൊഫസറുടെ ലാബാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫസറുടെ ലാബിൻ്റെ പേരാണ് CFD ലബോറട്ടറിയാണ്. പിന്നെ വേറൊരു സാറുണ്ട് CFD തന്നെയാണ്, ടർബുലൻസ് മോഡലിംഗ് ഫീൽഡാണ് നോക്കുന്നത്. ആ സാറിൻ്റെ ലാബ് വേറെയാണ്. അത് മറ്റേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വലിയ ലാബുണ്ട്. അതിൻ്റെ ചിലവർക്ക് വലിയ ലാബ് കിട്ടും. എക്സ്പെരിമെൻ്റൽ ലാബ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വലുതായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ലാബൊക്കെ ആണെങ്കിൽ ചെറിയ ഒരു കമ്പ്യൂട്ടർ ലാബൊക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രൊജക്റ്റ് തന്നെ ഗവൺമെൻറ് പ്രൊജക്റ്റ് ആണോ അല്ലെങ്കിൽ NGO അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് PhD പ്രൊജക്റ്റ് തന്നെ ഫണ്ടഡ് മറ്റേ ഇവർക്ക് ICSR എന്ന സംഭവമുണ്ട്, ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസ് ആൻഡ് സ്പോൺസർ റിസർച്ച് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, തനിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് എനിക്ക് പ്രൈവറ്റ് കമ്പനീസ് ഇവിടെ നടത്തുന്നുണ്ട് പ്രൊജക്ട്. കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഇതേപോലെ തന്നെ പ്രൊജക്ട് അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നോട് വേറെ ഫ്രണ്ട്, അവൻ ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അവനവിടെ മറ്റേ മറ്റേ എൻ്റർപ്രണർഷിപ്പിൻ്റെ IDC പോലെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. അവരുടെ ഇപ്പോൾ പ്രൊജക്ട് അസോസിയേറ്റ് കയറിയിട്ടുണ്ട്. വേറെ അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്ട് അസോസിയേറ്റ് കയറി. ഇഷ്ടത്തിന് പ്രൊജക്ട് അസോസിയേറ്റ് ആയിട്ട് കയറാൻ പറ്റും. ഇതിപ്പോൾ കോൺട്രാക്ട് പോലെ ആ കോൺട്രാക്ട് ഒരു വർഷത്തിൽ പറഞ്ഞു. ഇപ്പം എനിക്കിപ്പോൾ ഡിസംബർ വരെ പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് നോട്ടിഫൈ ആവും, എനിക്ക് സാറിന് നോട്ടിഫൈ ആവും. പിന്നെ സാറ് വന്ന് ഇവിടെ മറ്റേ അത് റിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്താലോ? അതായിരിക്കും നല്ലത്. വന്നപ്പം തന്നെ നല്ല മഴ കിട്ടി, നല്ല രസം. എനിക്കൊന്ന് കുറച്ച് കാലത്തിന് ശേഷം ഇപ്പം അല്ലേ മഴ പെയ്ത് ഇവിടെ? ഞാൻ ഇന്നലെ 2-3 ദിവസം നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നും കാലത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ മഴ പെയ്യാൻ സാധ്യത കുറവ്. ദെൻ വരുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു മഴ കിട്ടി കേട്ടോ. കുറേ കാലമായി മഴ ചെന്നൈയിൽ പെയ്തിട്ട്. എങ്കിലും നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരാൾക്ക് ഇതേപോലുള്ളൊരു ക്യാമ്പസിലേക്ക് കയറുമ്പോൾ ഇത്രയും നല്ല മഴ കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ സച്ച് എ ഡ്രീം. ഓക്കെ, സോ നമുക്ക് നോക്കാം. പ്രത്യേക പേരുണ്ട്, ബ്ലാക്ക് ബുക്ക്. ഇവിടെ ലോ ഫ്ലോർ ബസ് ഒക്കെ ഉണ്ട്, കണ്ടിരുന്നോ? അവിടെ സ്റ്റോപ്പ് നിർത്തിയിട്ടുണ്ടോ? ലോ ഫ്ലോർ ബസ് ഒക്കെ ഇടയ്ക്ക് വരും. പിന്നെ ഇലക്ട്രിക് ആവും അല്ലേ? അത് ഇലക്ട്രിക്കാണോ? ഇപ്പം നമ്മൾ സ്ട്രൈറ്റ് ആണോ പോകുന്നത് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആണ് പോകുന്നത്? ഓക്കെ, ഇതിലൂടെ പോയി എവിടെ എത്തുന്നു പറഞ്ഞാൽ ഇത് ഒരു ഹോസ്റ്റൽ സൈഡ്, പിന്നെ ഗ്രൗണ്ട്, കളിക്കാനുള്ള ഗ്രൗണ്ട് ഒക്കെ ഇല്ല. ഞാനിപ്പോൾ എപ്പോഴും ബസ് കയറി ഈ സ്റ്റോപ്പിൽ വരുന്നു. ഇപ്പം ഞാൻ വരുമ്പം ബൈക്ക് എടുത്താൽ വന്നെങ്കിൽ എനിക്ക് ഉള്ളിലേക്ക് കയറാനാവില്ലല്ലോ, നീ ഉണ്ടെങ്കിലും പാസ് വേണ്ടേ? അവർ യെല്ലോ കളർ സ്ലിപ്പിൽ എഴുതണം. അവിടെ എഴുതിയാൽ കയറാൻ പറ്റും? ആ സ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടാവണം. എക്സിറ്റ് ആകുമ്പോൾ സ്ലിപ്പ് കാണിക്കണം. ഓഹോ, ആ സ്ലിപ്പ് അവർ കളക്ട് ചെയ്യും.
പണി വന്നിരിക്കുന്നത്. ഒരു തവണ ഇവിടെ 2 പേര് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ മാൻ അവിടെ അവരുടെ മുമ്പിൽ നിന്ന് കഴിക്കുന്നു. അതൊരു സെനിക്കായിട്ട് ഫീൽ ചെയ്തു രാത്രി ആ ടൈമിൽ. ഇത് മെയിൻ ഗേറ്റിൽ നിന്ന് ഇവിടെ നടുവിൽ ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഈ സ്ഥലം ഈ ഒരു ഏരിയ ഇതിനാണ് ഗജേന്ദ്ര സർക്കിൾ എന്ന് പറയാം. ഓക്കെ, ഗജേന്ദ്ര സർക്കിൾ എന്ന് പറയാം. നമ്മളിപ്പോൾ അത് പാസ് ചെയ്തിട്ടല്ലേ പോവാം? നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതായത് ക്യാമ്പസ് കഫേ. ഞാൻ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ്, ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ മതി. ഇവിടെ ഈ സൈഡാണ് എൻ്റെ ലാബ് ഉണ്ടാവുക. ഈ സ്ഥലത്താണ് ഗജേന്ദ്ര സർക്കിൾ ഉണ്ടാവുക. സോറി, ഇതാണോ ഈ സൈഡാണോ? ഇത് ഈ സൈഡ് ശരിയാ. ഇത് പഴയ മാപ്പ്, അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം എവിടെയുള്ളത്? ഈ മാപ്പിന് ഇവിടെയാണുള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പോകും. അവിടെ അത് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് നമ്മളിവിടെയാണ്. ശരിയാണ്, നമ്മളിവിടെയാണ്. നമ്മളിവിടെ QR എഴുതിയിട്ടുണ്ട്. ഈ സൈഡ് നമ്മളിന്ന് കുറച്ച് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലാബായി. അവിടെ കണ്ടിട്ട് വേണം നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് ഈ സൈഡ്. ഇത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അതായത് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ബ്ലോക്കാണ്. ഇതിൻ്റെ അപ്പുറത്താണ് കമ്പ്യൂട്ടർ സയൻസ്. മാനൊക്കെ അടുത്ത് കിളികളുണ്ട്. പക്ഷെ കിളികൾ ഭയങ്കര വേടകളാണ്. ഏറ്റവും ടോപ്പിലേക്ക് ഇരിക്കില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഞാനാകെ ഈ മാനിനെ കുറേ മാത്രം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. നീ ഇതേപോലെ ഫ്രീ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും. ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഞാനിന്ന് കിളികളെ ഒരുമിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിടാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കിളികളെ കിട്ടില്ല. മെക്കാനിക്സ് ലാബുണ്ടോ? ഇവിടെയാണ് ലാബ്. ലെഫ്റ്റ് എടുക്കും. ഇതാണ് ജിഷ്ണുവിൻ്റെ ലാബ്. ലെഫ്റ്റ് എടുക്കാൻ സ്റ്റൈപ്പൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇവിടെ സാലറി ആണല്ലേ? എനിക്ക് പേ സ്ലിപ്പൊക്കെ ഉണ്ട്. അതിപ്പം ടൈറ്റിൽ എങ്ങനെയാണ് വരിക? IIT മദ്രാസിൻ്റെ തന്നെയാണോ വരിക? IIT മദ്രാസിൻ്റെ പ്ലേ സ്ലിപ്പ് ICSRൻ്റെ അവരാണ് ഈ സ്പോൺസേഡ് റിസർച്ച് ഒക്കെ കൊടുക്കുന്നത്. പ്രൊജക്ട് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടെല്ലാം കാര്യങ്ങൾ നോക്കുന്നത് ICSR ആണ്. നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റിന് നമ്പർ ഉണ്ടാവും. ആ പ്രൊപ്പോസൽ ഇവിടെ കൊടുക്കണം. അപ്പോൾ അവരെ വഴിയാണ് നമുക്ക് ഫണ്ട് കിട്ടുക. ഞാൻ ഫുൾ മെക്കാനിക്സ് ലാബ്. ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ഇവിടെ മുമ്പിൽ ഫോട്ടോ എടുത്തു. ഉള്ളിൽ കയറണ്ടല്ലോ? ഉള്ളിൽ കയറാം. വീഡിയോ എടുക്കാൻ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വലിയ വിഷയമില്ല. വെൽഡിംഗ് മെഷീനൊക്കെ ഉണ്ട്. ഇതെങ്ങനെ കാർഡ് യൂസ് ചെയ്തിട്ടാണോ? അല്ല, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്യാം. UPI വരും? UPI തന്നെ ചെയ്യാം. ഇതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഗ്രൂപ്പ്. ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിനല്ലേ? ഇവിടെ തന്നെയല്ലേ BTech സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നത്? BTech സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഒക്കെ NAC 1-ലാണ്. അതെവിടെയാ? അത് മറ്റേ ക്യാമ്പസ് കഫേ ഇല്ലേ, CC അതെ, ന്യൂ അക്കാദമിക് കോംപ്ലക്സ് 1 എന്ന് പറയില്ലേ, NAC എന്ന് പറയും. അതിൻ്റെ അവിടെയാണ് BTech സ്റ്റുഡൻസ് ഒക്കെ. എല്ലാ BTech സ്റ്റുഡൻസും? ഒട്ടുമിക്ക BTech സ്റ്റുഡൻസ് അവിടെ. പിന്നെ ചില BTech സ്റ്റുഡൻസും NAC 2-ലും ഉണ്ട് ക്ലാസ്സസ് ഒക്കെ. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാക്കൽറ്റിയും ഓരോ ക്ലാസ് റൂമിൽ പറയും ഈ ക്ലാസ്സിലായിരിക്കും ഫാക്കൽറ്റി പോവുക. അവിടെ അങ്ങോട്ടേക്ക് ചെല്ലണം നമ്മൾ. നമുക്കങ്ങനെ ഒരു ഫിക്സഡ് ക്ലാസ് റൂം ഇല്ലെന്ന് തോന്നുന്നു. അതിപ്പോൾ ഞാൻ NIT കാലിക്കറ്റ് പോയപ്പോഴും അങ്ങനെ കണ്ടത്. ഓരോ മറ്റേ ക്ലാസ് റൂം ഓരോ ഫാക്കൽറ്റിക്ക് കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട കമ്പ്യൂട്ടർ CS ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടല്ലേ, ആ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കില്ല വരുന്നുണ്ടാവുക കുട്ടികൾ? ചിലപ്പോൾ പറയാൻ പറ്റില്ല. BTechനും അവിടെ ഉണ്ടാവാം. അത് ഓരോ ചില പ്രൊഫസറിൻ്റെ ഇപ്പോൾ NAC 1-ലും നമ്മുടെ ഇപ്പോൾ കിരൺ സാറിൻ്റെ സ്റ്റാഫ് മറ്റേ ഓഫീസ് അവിടെയാണ്. ഓക്കെ, NAC 1-ലാണ്. മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് സെക്ഷൻ. ഇത് നമ്മുടെ അണ്ടറിൽ വരുന്നില്ല, മെക്കാനിക്കലല്ലേ? മെക്കാനിക്കലിൽ വരുന്നത്. മാനുഫാക്ചറിങ് അത് MTech ഇഷ്ടത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം കൂടുതലാണ്. കുറഞ്ഞുണ്ടാവേണ്ടതാണ്. ഇപ്പോൾ മഴയെത്തുകൊണ്ടാണ് പോലും. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് അല്ലേ? ശരി. ക്യാമ്പസ് കഫേ ഞായറാഴ്ച ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഫുഡ് കുറവാകാൻ ആൾക്കാർ വരില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ ബാക്ക് ഡോർ വഴി വരാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വഴി പോവാട്ടോ.
പോയിട്ട് ആ NICയുടെ അപ്പുറത്ത് അങ്ങനെ വന്ന് നമുക്ക് കറങ്ങിയെത്താം. അതായത് വന്നിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നില്ല? അറ്റാക്ക് ചെയ്യുന്നില്ല, പാസ് ചെയ്ത് പോകുന്നു. കൊമ്പൊക്കെ ഉണ്ടല്ലോ. ഓ നന്നായിട്ട്. ഫാമിലി ആയിട്ടുണ്ടല്ലേ? വേറെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. എന്നിട്ട് അപ്പോൾ ഒരു അമ്മയും കുഞ്ഞുണ്ടായിരുന്നു. എന്നെ കണ്ടു, അപ്പം തന്നെ കുഞ്ഞിനെ എടുത്തുവെച്ചു, കുത്തിവെച്ചു. ഫോട്ടോ എടുക്കേണ്ടത് പറ്റില്ല, കാരണം അലൗഡ്. ശരി, ദൂരെ നേരത്തെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും, നമ്മളെ പ്രൊവോക്ക് ചെയ്യാറുന്നുള്ളൂ. ഇതാണ് ക്യാൻറ്റീൻ? അല്ല, ഇതാണ് NIC1. ഇവിടെയാണ് സ്റ്റുഡൻസ് അല്ലേ? KCB മീൻസ് അതൊരു അലുമിനിയുടെ പേരാണ്. അദ്ദേഹം ഇവിടെ ഫണ്ട് ചെയ്തത് എത്ര അറിയോ? 228 crores. 228 228 crores ആണ് അദ്ദേഹം ഇവിടെ ഫണ്ട് ചെയ്തത്. ആളെന്താണ് ജോലി? അദ്ദേഹം ജോലിന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ന്യൂസ് കണ്ടതാ. അദ്ദേഹം ഫണ്ട് ചെയ്ത ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു KCB ആരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞു. ആളിപ്പോൾ എവിടെയാണ്? ആൾ ഫോറിനിലാന്ന് തോന്നുന്നു. ഫോറിനിൽ NIC1 NCA എന്താ പറഞ്ഞ പേര്? ന്യൂ അക്കാഡമിക് കോംപ്ലക്സ് NIC1. ഇവിടെയാണ് എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇതെന്തോ ഇന്നോവേഷൻ റിലേറ്റഡ് സുധായൻ ശങ്കർ. IN 235 ഒരു മോഡലും പിന്നെ കുറേ ടർബൈൻസും. അടുത്ത് പോകണോ? ഇതൊക്കെ നോസിൽസാണ്. ഓ ഇതൊക്കെ അടിച്ചു നോക്കി നല്ല സ്ട്രോങ് ആയിട്ട്. ഫാനുണ്ട്, ഫാനല്ല വെൻ്റ് തോന്നുന്നത്. വെൻ്റ് ഇത് റോക്കറ്റിൻ്റെ എന്തിനാണ്? ബൂസ്റ്ററിൻ്റെ ഇതൊന്നും ഇങ്ങനെ ഇടാൻ പാടില്ലായിരിക്കും അല്ലേ? ഇതെനിക്ക് തോന്നുന്നത് കളയാൻ വേണ്ടി. സോ റോക്കറ്റിൻ്റെ എഞ്ചിനും അതുപോലെ ടർബൈനും പിന്നെ IN 235. ഇതിനുള്ളിൽ നീ കയറിയിട്ടുണ്ട്? ഇല്ല, രാജസ്ഥാനിൽ കാണാം. അത് ലിജോ സാറിനെ ഒന്ന് സംസാരിച്ചിട്ട് വേണം കാണാം. പക്ഷെ വെങ്കടേഷ് സാർ അറിയുന്നത്, വെങ്കടേഷ് സാർ അത് ആൾക്ക് ഇഷ്ടമില്ല. ആണ് എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിൻ്റെ ബ്ലോക്ക്. പഴയ ബ്ലോക്കാണ് അല്ലേ? ഇവിടുന്ന് മറ്റേ മെയിൻ ഗേറ്റ് നല്ല ദൂരമാണ്. ഓ മെയിൻ ഗേറ്റ് ഇത് മെയിൻ ഗേറ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിൽ തന്നെ KV കാണാൻ പറ്റും. പിന്നെ വനവാണി എന്ന് പറയുന്ന വേറെ സ്കൂളുണ്ട് ഉള്ളിൽ. ഒരു സെക്കൻഡ് മെട്രിക്കുലേഷൻ സ്കൂളാണ് വനവാണി. അതെ, വനവാണി. കാരണം ഇത് ഗിണ്ടി നാഷണൽ പാർക്കിൻ്റെ എന്തോ റിലേറ്റഡ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ബോർഡ് സ്കൂൾസും ഉണ്ട്. ഒരു സ്റ്റേറ്റ് ബോർഡ് സ്കൂളും ഉണ്ട്, KV ഉണ്ട്. അപ്പോൾ അവർ KV IIT മദ്രാസ് അങ്ങനെ പറയാം. ഉള്ളിലോട്ട് അപ്പോൾ അവരെങ്ങനെ വരിക? അവർക്ക് സ്കൂൾ ബസ് ഉണ്ട്. മീൻസ് ഈ ഗേറ്റ് കേൾക്കേണ്ടി വരില്ല? അവർ മെയിൻ ഗേറ്റ് വഴി വരാം. മെയിൻ ഗേറ്റ് ഇച്ചിരി വലുതാണ്. ഇത് ഹോസ്റ്റൽ അവന്യൂ. നേരെ പോകുന്നത് ഹോസ്റ്റൽ സൈഡാണ്. അങ്ങോട്ട് പോകണം. ഇതാണ് മെയിൻ. ഇതിന് ഈ വഴി ഉണ്ട് കേട്ടോ. ഈ വഴി ഞാൻ ഇതിലൂടെ പോയിട്ടില്ല. പക്ഷേ മെയിൻ ഇത് KVയുടെ ഗ്രൗണ്ടാണ്. ഹോക്കി ഗ്രൗണ്ടാ? അല്ല, KV ഗ്രൗണ്ട്. ഹോക്കി ഗ്രൗണ്ട് ഉണ്ട്. KV ഗ്രൗണ്ട് ഹോക്കി ഗ്രൗണ്ട്. ഞാനേ എനിക്ക് ഇച്ചിരി ഡൗട്ടുണ്ട്. ബസ് ഇങ്ങനെയാണ് പോകാൻ ഡൗട്ടുണ്ട്. ഞാൻ ആകെ മെയിൻ ഗേറ്റ് ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ, ഒരു ഫോട്ടോ എടുക്കാൻ മാത്രം. നമുക്ക് രണ്ട് വഴിയും പോവാം. ഈ വഴിയും പോവാം. ഇത് ഡൽഹി അവന്യൂ ആണ്, ഇത് ബോൺ അവന്യൂ ആണ്. രണ്ട് വഴിയും പോവാം. ഫോട്ടോ എടുത്ത് തരണോ? എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തരണോ?
ഞാൻ ഇവിടെ മെയിൻ ഗേറ്റിൽ ഫോട്ടോ എടുത്തുള്ളൂ. എടുത്തോണ്ടല്ലേ? ഞാൻ പോസ്റ്റ് ചെയ്തു. മെയിൻ ഗേറ്റിൽ മാത്രമേ ടാഗുള്ളൂ, നെയിമുള്ളൂ, IIT മദ്രാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടെയൊന്നുമില്ല. സോ ദിസ് ഈസ് ദ ഗജേന്ദ്ര സർക്കിൾ. 1 2 3 4 റോഡുണ്ടല്ലേ? അതാണ് നീ പറഞ്ഞത് എങ്ങോട്ടേക്കുള്ള റോഡാണത്? 2 റോഡും മെയിൻ ഗേറ്റിലെത്തും. ഡൽഹി അവന്യൂ, ബോൺ അവന്യൂ. സോ ദാറ്റ് ഈസ് ഡൽഹി അവന്യൂ, ദിസ് ഈസ് ബോൺ അവന്യൂ. ഓരോ റോഡിനും പേരുണ്ട്. നമ്മളിപ്പോൾ വന്ന റോഡ്, നമ്മളിപ്പോൾ വന്നത് അലുമിനി അവന്യൂ ആണ്. അലൂമിനി അവന്യൂ. ആ നേരെ പോകുന്നത് ഹോസ്റ്റൽ അവന്യൂ. ഹോസ്റ്റൽ അവന്യൂ വഴിയാണ് എക്സിറ്റ്. അത് തരമണി ഗേറ്റ്, തരമണി എക്സിറ്റ് അവിടെയാണ്. ഹോസ്റ്റലിൻ്റെ എല്ലാ ഹോസ്റ്റൽസും അവിടെയാണ്. എല്ലാ ഹോസ്റ്റൽസ് അവിടെയാണ്. ക്വാർട്ടേഴ്സൊക്കെ ഈ സൈഡിലാണ് വരും. ഈ ഡൽഹി അവന്യൂ ഇല്ലേ, ആ സൈഡൊക്കെയാണ് ക്വാർട്ടേഴ്സ് വരാം. ഇവിടെ KV ആ സ്കൂളും. നമുക്ക് കോട്ടേഴ്സ് അവന്യൂ ഇതെല്ലാം ഏതാണ് നല്ല കാണാൻ രസമുള്ള വഴി? ഇത് നമുക്ക് രണ്ടും. ഞാൻ ബസ്സൊക്കെ പോണ ഈ വഴിയാന്ന് തോന്നുന്നു. ഈ KV സൈഡിലാണ് പോവാറ്. ഈ ബസ് ഈ വഴിയാണ് പോവാറ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും അതിലൂടെ അല്ലേ പോവാം? ഹോസ്റ്റൽ സൈഡിൽ കൂടെ അല്ലേ പോവാം? നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ഈ വഴി. ഓക്കെ. നടക്കുമ്പോൾ നല്ല സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂള് അതെവിടെയാ? അവിടെയോ? നിങ്ങൾക്കൊക്കെ ഫ്രീ ആണോ? ഇല്ല, ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഹോസ്റ്റൽസ്, ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ സ്റ്റാഫായിട്ട് കയറിയത്. ഞങ്ങൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുട്ടിയോട് നോക്കി അങ്ങനെ കണ്ടിട്ട്. പിന്നെ റൂളുണ്ട്, നമ്മൾ വാക്ക് ചെയ്യണമെങ്കിലും റൈറ്റ് ഫേസിങ് ട്രാഫിക്കിൻ്റെ വാക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് കേൾക്കാറില്ല. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആരാ വന്നത്? വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നോ? ഒറ്റയ്ക്ക് വന്നോ? എൻ്റെ ഇവിടെയല്ലേ? ഇവിടെ ജസ്റ്റ് ഇവിടെ എല്ലാ ഫോർമാലിറ്റീസിലും നേരത്തെ കഴിഞ്ഞു. സാറ് ഒരു ഫോം നീ ചെന്നൈയിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി? ഞാനത് ഓൺലൈനിൽ, ഞാൻ വീട്ടിൽ തന്നെ ഫോണിൽ മറ്റേ ആ വിഷ്ണുവേട്ടൻ നമ്പർ തന്നു, PGയുടെ ആ പയ്യൻ്റെ. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് ഞാൻ എൻ്റെ PG സെറ്റാക്കി. പിന്നെ അങ്ങനെ ചെയ്തതിന് അയച്ചെന്നെ. ആ വൈറ്റ് കളർ മാനോ? വൈറ്റ് കളറുള്ള മാനൊക്കെ ഉണ്ട്. ഡീർ അതുണ്ട്. അത് അതൊരു കണ്ടിട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും മെലാനിൻ കുറവാണോ? മെലാനിൻ്റെ എന്തെങ്കിലും കുറവാണോ സ്കിന്നിൻ്റെ? നമ്മുടെ കാര്യമായിട്ട് അത് പാട്ട് വന്നതാണെങ്കിലും. ചെന്നൈ സിഗില്ല, മദ്രാസ് എന്നുള്ള രാജ്യമാണ്. കേന്ദ്രീയ വിദ്യാലയം ഇതാണ് നീ പറഞ്ഞ സ്കൂള്? കേന്ദ്രീയ വിദ്യാലയം ചെന്നൈ. പിന്നെ വനവാണി സ്കൂൾ അത് അപ്പുറത്താണ്. സ്കൂളിൻ്റെ പേര് സോ ഇതിൻ്റെ ഉള്ളിൽ 2 സ്കൂളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് കേന്ദ്രീയ വിദ്യാലയ, പിന്നെ വനവാണി സ്കൂൾ. SBIയുടെ ബ്രാഞ്ച് തന്നെയാണ്, ഓഫീസ് തന്നെയാണ്. ഓക്കെ, അത് കൊള്ളാം. ടൗൺഷിപ്പ് കൂടെയാണ് ഇതിനായിട്ട് ഞാൻ തപ്പിയത് ഇതായിരുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ടാവുമെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു ഹോസ്റ്റൽ സൈഡിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇവിടെ മെസ്സ് എന്ന് പറഞ്ഞാൽ 3 കോംപ്ലക്സാണ്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഉള്ളിൽ? ഉണ്ടാവും തോന്നുന്നു, അറിയില്ല. ഉണ്ടെന്ന് തോന്നുന്നു. 3 ഇതുണ്ട്, മെസ് കോംപ്ലക്സ് ഉണ്ട്. മറ്റേ ഓരോ മലകളുടെ പേര്, ഹിമാലയ, വിന്ധ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടു ഹിമാലയ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടത്തിന് മെസ് കാറ്ററിങ്സ് ഉണ്ടാവും. നമുക്കൊരു മാസം നമുക്ക് ഒരു മെസ്സ് സെലക്ട് ചെയ്യാം. അത് പറയാം, നമുക്കത് സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, വെജ് നോൺ വെജ് പ്രൊവൈഡ് ചെയ്യുന്ന ചില മെസ്സുകളുണ്ടാവും. വെജ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ്. നമ്മൾ ആദ്യം തന്നെ ഏതാണ് അപ്പോൾ തന്നെ നമ്മൾ അത് ഒരു ഇതുണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഡാഷ്ബോർഡ് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം. ഒരു മാസത്തേക്ക് ഇത്ര എമൗണ്ടാണ്. നമുക്ക് ഒരു മാസം ഫുഡ് കഴിക്കാം. ഓരോ മന്ത്ലി ആട്ടോ. മന്ത്ലി പൈസ അത് മാറാനും പറ്റും. ഇതൊക്കെ എന്താ ബ്ലോക്ക്? E2, E3 ക്വാർട്ടേഴ്സ് തോന്നുന്നു. E13 ഒക്കെ ക്വാർട്ടേഴ്സ്, കേന്ദ്രത്തിൻ്റെ ക്വാർട്ടേഴ്സ്. അനിമൽ ക്രോസിംഗ് സോൺ, സൈക്ലിസ്റ്റ് ഫ്രണ്ട്ലി. നമ്മുടെ കോളേജിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 2-3 ആൾക്കാരുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഇയറിൽ കഴിഞ്ഞത്
എനിക്ക് തോന്നുന്നു M.Tech എടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇതേപോലെ പ്രൊജക്ട് അസോസിയേറ്റ് ആയിട്ട് നീ അല്ലല്ലോ നമ്മുടെ കോളേജിൽ നിന്ന്? അത് ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു. ഇവരൊക്കെ സ്റ്റുഡൻസിനെ ആയിരിക്കില്ല? സ്റ്റുഡൻസിനെ ആയിരിക്കില്ല. ചിലപ്പോൾ സാറുമാർ പോലും സൈക്കിളിലാണ്. ചില സാറുമാർ മാത്രം ബൈക്കും സ്കൂട്ടറൊക്കെ ഒക്കെ, ചില സാറുമാർ സൈക്കിളിലാണ്. ബോയ്സ് ഹോസ്റ്റലാണ് ഈ കാവേരി, ഗംഗ, മന്ദാകിനി. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇതൊക്കെ ഗേൾസ് ഹോസ്റ്റലാണ്. ഇത് ഏരിയ നമ്മൾ ഇതിലൂടെയാണ് വന്നല്ലേ? ഇത് ഗേൾസ് ഹോസ്റ്റലാണ്. ഇത് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇവിടെ ഇങ്ങോട്ട് പോയാൽ നമ്മളിപ്പോൾ ഇങ്ങനെയല്ല വന്നത്. നമ്മളിവിടെ നിന്ന് നമ്മൾ ഇതാണ് കഥ സർക്കിൾ. നമ്മൾ ഈ ബോണവെഞ്ഞു അങ്ങനെ പോയി നടന്ന് നമ്മൾ മെയിൻ ഗേറ്റ് എത്തി. അവിടെ എത്തി. അവിടെ വരെ നമ്മൾ നടന്നു. ആയിക്കോട്ടെ. എത്ര കിലോമീറ്റർ കണ്ടിട്ട് വലുതാണല്ലോ. ഓക്കെ. ഇത് 800 മീറ്റർ ഉണ്ട്. ഇത്രയും നമ്മൾ അത്ര നടന്നു. വീണ്ടും ബോണവെഞ്ഞു വഴി വന്നത്. നമുക്ക് ഡൽഹി വഴി പോയായിരുന്നു. പക്ഷെ ഡൽഹി വഴികളൊന്നും ഇല്ല അല്ലേ. ലേക്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്, ബൗണ്ടറി റോഡ്. ഈ റോഡിൽ കണ്ട റിസർച്ച് പാർക്ക് ഗേറ്റ് ഇതാണ്. IITയുടെ റിസർച്ച് പാർക്ക് ഈ സൈഡിലാണ്. ഇതാണ് പറഞ്ഞത് പീലി അമ്മൻ ടെമ്പിൾ. ഈ ടെമ്പിളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലേ, ജലകാന്തീശ്വർ ടെമ്പിൾ അവിടെ ഉണ്ട്. ടെമ്പിൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ പറ്റും. ഇവിടെ നിന്നാണല്ലേ ഏറ്റവും വെള്ളാഞ്ചേരി ഗേറ്റ്. എൻ്റെ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. മെക്കാനിക്കൽ സയൻസ് ബ്ലോക്ക്. ഇലക്ട്രിക്കൽ സയൻസ് ബാക്കിലാണ്. പ്ലേഫീൽഡ് അവന്യൂ മീൻസ് ഇവിടെയൊക്കെയാണ്. പ്ലേഫീൽഡ് അത് ആ അവന്യൂ ഇല്ലേ നമ്മൾ പറഞ്ഞു ഒരു വഴി എന്ന് പറഞ്ഞില്ലേ, അതന്നെ കണ്ടേ ഫുൾ ഗെയിംസിൻ്റെ ഏരിയ. നമ്മളിവിടെ കണ്ടത് സ്പോർട്സ് കോംപ്ലക്സ്. ഇവിടെ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ അടുത്തത് സ്പോർട്സ് കോംപ്ലക്സ്. അത് മലയാളി, ഫുള്ള് മലയാളി. ഇതാണ് ഇവരുടെ ജിമ്മ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ചേട്ടനപ്പാ. ഞാൻ ഇവിടെ വന്നിട്ട് അധികം കറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ലാബിലായിരുന്നു. അത് AC അല്ലേ, ചിലപ്പോൾ കിടന്ന് ഉറങ്ങും. ഇപ്പം എന്തായാലും നമ്മൾ കുറേ കറങ്ങി, കുറേ സ്ഥലത്ത് നടന്നു അല്ലേ. ഇവിടെ ജിമ്മിൻ്റെ സ്പെഷ്യാലിറ്റി 3 മാസത്തേക്ക് 300 രൂപ. പ്രൊഫസർമാർക്ക് ലഞ്ചുണ്ട്. എവിടെ? പ്രൊഫസർമാർ ഇതിന് ലഞ്ച് പ്രൊവൈഡ് ചെയ്യും ഓരോ സ്റ്റുഡൻസിന്. രാമാനുജൻ ബ്ലോക്ക് ഈസ് ഫോർ. നമ്മളിപ്പോൾ IITൻ്റെ എല്ലാ ഭാഗവും കണ്ടോ? നമ്മളിപ്പോൾ മെയിൻ ബ്ലോക്ക് നമ്മളിപ്പോൾ എന്നാ പറഞ്ഞു, എൻ്റെ എയറോസ്പേസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഫുൾ മെക്കാനിക്സിൽ ബ്ലാക്ക് സൈഡിലാണ്. നമുക്ക് ആ വഴി പോകണം. നമ്മൾ തിരിച്ച് പോകുമ്പോഴേ പിന്നെ ഫുൾ മെക്കാനിക്സിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അല്ല ക്യാമ്പസ് കഫേയുടെ ആ സൈഡ്, ആ ICSR ഇല്ലേ അവിടെ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് ക്യാമ്പസ് കഫേൻ്റെ അവിടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് എടുക്കാം. അപ്പോൾ ആ സൈഡിലൊക്കെ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എവിടെയാണ്. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ. ഇതാണ് പോകുന്നത്. ക്ലോസ്ഡാണ്. സോ ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ. ഇവിടെ സ്ക്രീനിങ് ഒക്കെ നടക്കും ഞാൻ കണ്ടു. ഓപ്പൺ അതെ അതെ വീക്കെൻഡ്സിൽ എത്തിയപ്പോൾ നമ്മൾ ശരിയാ നമ്മൾ ഓപ്പൺ എയർ തിയേറ്റർ എത്തി. പെട്ടെന്ന് മഴയായതുകൊണ്ട് നടക്കാൻ ചാൻസ് കുറവായിരിക്കും. അല്ല, ഏതോ ഒരു സംഭവം ഓപ്പൺ എയർ തിയേറ്ററിൽ റീസെൻ്റ്ലി ചെയ്തിരുന്നു. എന്തായാലും എനിക്ക് ഓർമ്മയില്ല. സോ ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെ കുറേ ക്ലബ്ബൊക്കെ ഉണ്ടോ? ഫിലിം ക്ലബ്ബൊക്കെ ഉണ്ടാവും അല്ലേ? പല ക്ലബ്ബുകളുണ്ടാവും. ഇത് ഹൈപ്പർ ലൂപ്പിൻ്റെ തനിച്ച് ക്ലബ്ബാണ്. അത് നമുക്ക് ഞാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് ജോയിൻ ചെയ്യാൻ. എനിക്ക് പണ്ടത്തുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു ഹൈപ്പർ ലൂപ്പിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. എലോൺ മസ്ക് ആണല്ലോ ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ബോറിംഗ് കമ്പനി ചെന്നൈയിൽ എന്തോ പ്രൊജക്ട് നടക്കുന്നില്ല ഹൈപ്പർ ലൂപ്പിൻ്റെ. ഹൈപ്പർ ലൂപ്പിൽ ഇന്ത്യയിൽ ആകെ ഉള്ളത് IIT മദ്രാസിലാണ്. അവർക്കൊരു GHC ഗ്ലോബൽ ഹൈപ്പർ ലൂപ്പ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം അതിന് ഇവരുടെ ടീമിൻ്റെ പേര്
പ്രത്യേക പേരാണ്, ഇതിന് പേരുണ്ട്. അതിലൊക്കെ ചില സോ നമ്മളിപ്പം പോകുന്ന വഴി ഏതാ? ഇതിപ്പോൾ ഇത് മറ്റേ വെലാശ്ശേരിയിലേക്ക് പോകുന്ന വഴി, അലുമിനിയം അവന്യൂ എന്ന് പറയും. ഓക്കെ, നമ്മൾ വന്ന വഴി തന്നെയാണ്. വന്ന വഴി തന്നെ. ഇവിടെ നമ്മൾ റൈറ്റ്, അതിവിടെ റൈറ്റ് എടുക്കില്ല, അടുത്ത റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് CC ആ സൈഡിൽ പോകാം. അവിടെ ലെഫ്റ്റ് എടുക്കുമ്പോൾ ജോയൽ ദേവസി. എന്നാലും തന്നെ ജോയലേട്ടാ, ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഇവിടെ വെച്ച് കാണുന്നു. യാ, ദാറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഇങ്ങനെ ഒരാൾ ഇവിടെ പഠിക്കുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി വി മെറ്റ്. സോ കുറേ നേരത്തെ വർത്തമാനത്തിന് ശേഷം, കുറേ കാര്യങ്ങളും കഥകളും പറഞ്ഞതിന് ശേഷം, IITയുടെ എല്ലാ മുക്കുമൂലയും കണ്ടതിന് ശേഷം ഞാൻ തിരിച്ച് യാത്ര തിരിച്ചു. Microphone check, make it a microphone check. Give it a microphone, I make the microphone dead. Don't step to me, newbie, I could truly be moody. I could have played the fucking Grinch in the movies. I've been a part-time shadow cat, part-time. That is not a guy that I would ever want to try to battle rap. Snap, crackle, pop, mind fried to a crisp, make an MC into a wide-eyed lunatic.